എന്താ അച്ഛാ എൻ്റെ പേര്? എൻ്റെ പേര് ഫെർണാണ്ടസ്. ഞാനങ്ങ് അമേരിക്കയിൽ സെറ്റിൽഡായിരുന്നു. ഇപ്പം നാട്ടിൽ പാലയിൽ ജീവിക്കുന്നു. എന്താണ് അപ്പച്ചൻ്റെ പ്രശ്നം? എൻ്റെ ഭാര്യ മോളിക്കുട്ടി ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല. അപ്പച്ച, വാർദ്ധക്യകാലത്ത് ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. യൗവനത്തിലുണ്ടാകുന്ന അതേ അട്രാക്ഷൻ വാർദ്ധക്യത്തിൽ നമുക്ക് ഉണ്ടാകുമെന്നുള്ളൊരു തെറ്റായ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നത്. അപ്പച്ച, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? I think 46 years. 46 വർഷം. Yes. 46 വർഷത്തിനിടയ്ക്ക് ഭാര്യ എത്ര വട്ടം അപ്പച്ചനൊരു ഉമ്മ കൊടുത്തിട്ടുണ്ട്? ഒരുപാട് തവണ. ഭാര്യയുടെ കണ്ണുകളിലേക്ക് അപ്പച്ചനെ എത്ര വട്ടം പ്രണയാതുരനായി നോക്കി നിന്നിട്ടുണ്ട്? Lot of times. സ്വന്തം ഭാര്യയുടെ മുഖത്ത് ചുളിവുണ്ടോന്ന് അപ്പച്ചൻ നോക്കിയിട്ടുണ്ടോ? 46 വർഷം കഴിഞ്ഞില്ലേ, ചുളിവൊക്കെ വന്ന് കാണും. ഭാര്യയുടെ എവിടൊക്കെയാണ് നരയുള്ളതെന്ന് അപ്പച്ചൻ അറിയുമോ? കൂടുതലും തലയല്ല. അപ്പച്ച, സ്നേഹത്തോട് സംസാരിച്ചു നോക്കൂ, ഭാര്യ അനുസരിക്കും. പല വേരിയേഷനിലും സംസാരിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ അവൾ അങ്ങോട്ട് അനുസരിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അപ്പച്ചൻ ഭാര്യയും കൊണ്ടുപോവാ, ഒരുമിച്ചിരുന്ന് നമുക്ക് സംസാരിക്കാം. അയ്യോ, അത് നടക്കത്തില്ല. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്താ സാറിനെ? നിങ്ങൾ അങ്ങോട്ട് വന്നാലും അവളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തേ? അവളുടെ കല്ലറ മാത്രമേ കാണാൻ പറ്റൂ. മതി. കഴിഞ്ഞ ആഴ്ച ചെറിയൊരു അനുസരണക്കേട് കാണിച്ചു, ഞാൻ അടിച്ചങ്ങ് തോന്നുന്നു. എമ്പുരാനെ, ഇപ്പൊ ദുരാത്മാവായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഡിയാസാറ കളിക്കുക ഈ വയസ്സാം കാലത്ത്. കണ്ടുവരിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുമ്പോ ഒന്നുമില്ല. പോയി ഒന്ന് ശരിയാക്കി തരണം. ഒഴിപ്പിക്കാൻ അതിനത് ആശ്രമമൊന്നുമല്ല, ഹോമകൊണ്ടൊന്നുമില്ല. പിന്നെ ഇത് ആശ്രമം എന്ന് പറഞ്ഞു വർഷോപ്പാണ്. എന്നാ റിപ്പയർ എങ്കിലും ചെയ്തതാ. അപ്പച്ച, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരൂ, ശരിയാക്കി തരാം. അവള് പോയില്ലെങ്കിൽ അവളെ കൊണ്ടും വരാം. ഒന്ന് ശരിയാക്കി തരണം. പറഞ്ഞടി. എമ്പുരാനെ.